ഹായ് ഹലോ നമസ്കാരം. മാക്സ് മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാനൊന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് ഞാനൊന്ന് പറയാൻ പോവാണ്. അപ്പൊ ചോദിക്കും എന്താണ് പറയാൻ പോകുന്നത് അല്ലെ? ഒന്നുമില്ല, പറയാൻ പോകുന്നത് ഒന്നുമല്ല, ഒരു ചെറിയൊരു ചോദ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാം? തിരുവനന്തപുരം, അല്ലെങ്കിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സുന്ദരമായിട്ടുള്ള നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ടീം അംഗങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അവിടുന്ന് കാണാം. അപ്പോൾ കുറച്ച് ടീമുകളൊക്കെ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ഫണ്ണി ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സുന്ദരമായിട്ടുള്ള മാക്സ് മീഡിയ നൽകുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു സമ്മാനവും കൊടുക്കാം. അപ്പോൾ എങ്ങനെ? റെഡി? ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ടീം ആകെ ഒരു വളരെ ടെൻഷനോട് കൂടിയാണ് ഇവർ എത്തിയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവർ മത്സരിച്ചതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, ശരി. പേര് പറ. കാശ്മീർ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഓക്കെ, സുഖമായിരിക്കുന്നു. എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് ചെയ്തു. ഓക്കെ, എത്രയല്ല പഠിക്കണേ? പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. യെസ്. പേര് പറ. എവിടെയാണ് സ്ഥലം? എവിടെയാണ് മഞ്ജിമ? എല്ലാരും കൈയൊക്കെ പിടിച്ചിട്ട് മൈമിന്റെ കൂളാവ്. ഓക്കെ, എത്രയല്ല പഠിക്കണേ? പ്ലസ് വണ്ണിൽ തന്നെ പഠിക്കുന്നു. ഓക്കെ, റൈറ്റ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഓക്കെ, റൈറ്റ്. കിളിമാനൂർ. ഓക്കെ. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഒരുപോലെ എന്താ പറയാ, മേക്കപ്പ് ഇട്ടത് കൊണ്ട് ശരിക്കും എല്ലാവരും ഒരുപോലെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ടീം തന്നെയായിരിക്കും. അപ്പോ എങ്ങനെയുണ്ട്? എന്തായിരുന്നു നിങ്ങളുടെ ടീം? എന്തായിരുന്നു? അർജുന്റെ ടീമായിരുന്നു. ഓ, ശരി. അങ്ങനെയായിരുന്നു ടീം എടുത്തിരിക്കുന്നത് അല്ലെ? എത്ര ടീം അംഗങ്ങളുണ്ട് മത്സരിക്കാൻ വേണ്ടിട്ട്? വല്ല ഐഡിയ ഉണ്ടോ? മൈമില് ഒരുപാട് പേരുണ്ടോ? 10-ൽ കൂടുതലുണ്ട്. ശരി, ഇതിൽ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൂളാൻ വേണ്ടിട്ട് ആരാ പാട്ട് പാടുന്ന? ആരും ഉണ്ടല്ലോ? ആരൊരാൾ പാട്ട് പാടുമല്ലോ? ഒരു രണ്ടുപേര് പാട്ട് പെട്ടെന്ന് പറ. അത് ഞാൻ നല്ല സമ്മാനം തരാം, ഒരു അടിപൊളി സമ്മാനം, ഗംഭീര സമ്മാനം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പഠിക്കോ? ഇഷ്ടമുള്ളൊരു പാട്ട്. നിങ്ങൾ എല്ലാവരും ഏത് സ്കൂളിൽ പ്രതികരിച്ചിട്ട് എത്തിയിരിക്കുന്നത്? വെരി ഗുഡ്. അപ്പൊ അവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളിയല്ലേ? ശരി, അപ്പൊ പാടി പെട്ടെന്ന് നല്ലൊരു അടിപൊളി പാട്ട് പാടി. ഇഷ്ടമുള്ള പാട്ട് പാടോ. உண்மை என்னை சொல்வேனே நீயும் நானும் பொய் என்றார் காதலை தேடிக் கொள்வேனே கூந்தல் மீசை ஒன்றாக ஊசினூலில் தைப்பேனே தேங்காய்க்குள்ளை நீர் போல നെഞ്ചിൽ തീക്കി വയ്പേനേ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും, ഉത്തരം പറയുകയാണെങ്കിൽ വലിയൊരു സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അവിടുന്ന് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഇവിടുന്ന് ഞാൻ സമ്മാനം അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, റെഡി അല്ലേ? ഫണ്ണിയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ശ്രദ്ധിച്ചേട്ടോ. മലയാള അക്ഷരമാലയിൽ ഒരുപാട് അക്ഷരങ്ങളില്ലേ? ഒരുപാട് അക്ഷരങ്ങൾ. മലയാള അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ ചേർന്നാൽ കിട്ടുന്ന ഒരു വാക്ക്. ചോദ്യം കഴിഞ്ഞിട്ടില്ല. മലയാള അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ ചേർത്താൽ കിട്ടുന്ന വളരെ ചെറിയൊരു വാക്ക്. ഈ വാക്കിന് കൂടെ വെക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അത് മാറ്റിയിട്ട് എടുക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും. എങ്കിൽ ഏതാണ് മലയാളത്തിലെ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. ഈ ടെൻഷനൊക്കെ വിട്ടേക്കണേ, കൂളാവണം, മൈൻഡ് ബ്ലോ ആയിരിക്കണം. മലയാള അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ, വളരെ ചെറിയ 2 അക്ഷരങ്ങൾ ചേർന്ന വളരെ ചെറിയൊരു വാക്ക്. ഈ വാക്കിന്റെ കൂടെ വെക്കുക എന്ന വാക്ക് അതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും, ഭയങ്കര സന്തോഷം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഈ വെക്കുക എന്ന് മാറ്റി കഴിഞ്ഞിട്ട് എടുക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖമായിരിക്കും, വിഷമായിരിക്കും. എങ്കിൽ ഏതാണ് മലയാളത്തിലെ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. ഒരു ക്ലൂ ഞാൻ തരാം. നമ്മൾ എല്ലാ ആൾക്കാരും ഇത് വെച്ചിട്ടുണ്ട്. എല്ലാവരും, ജീവജാലങ്ങൾ എല്ലാ ആൾക്കാരും വെച്ചിട്ടുണ്ട്, മനുഷ്യൻ വെച്ചിട്ടുണ്ട്. ഇതിന് മുമ്പിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, വർഗമില്ല, ഒന്നുമില്ല. എല്ലാവരും തുല്യരാണ്, എല്ലാ ആൾക്കാരും വെച്ചിട്ടുണ്ട്. ഒരു ക്ലൂ കൂടെ ഞാൻ തരണം. നമ്മുടെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടം അല്ലേ? ഇപ്പൊ +2, നിങ്ങൾ +1 ആണോ +2 ആണോ? +1. അപ്പൊ +2 എന്ന് പറയുന്നത് കലോത്സവത്തിന്റെ ലാസ്റ്റ് അല്ലേ? അപ്പൊ ഭയങ്കര വിഷമായിരിക്കും. നമ്മുടെ ഏറ്റവും നല്ല കാലഘട്ടം ബാല്യകാലഘട്ടമാണ്, കുട്ടിക്കാലഘട്ടം. കുട്ടിക്കാലഘട്ടം, ബാല്യം എന്നൊക്കെ പറയുന്ന സമയത്ത് വരുന്ന ഒരു വാക്കാണിത്. നമ്മളെല്ലാ ആൾക്കാരും ഇത് വെച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ ചില ഏരിയയിൽ നിന്ന് ഇത് എടുക്കുന്നതും കാണാം. ചില സന്ദർഭങ്ങൾ, ഒരു ക്ലൂ കൂടെ തരാം. ചില സ്ഥലങ്ങളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നിരോധിച്ചിരിക്കുന്നു എന്ന്. ചില ആൾക്കാർ എടുക്കുന്നത് ഇത് നിരോധിച്ചിരിക്കുന്നു എന്ന് ചില സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മലയാള അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ ചേർന്ന് വളരെ ചെറിയൊരു വാക്ക്. ഈ വാക്കിനോടൊപ്പം വെക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ വലിയൊരു സമ്മാനം നിങ്ങൾ കാത്തിരിക്കുന്നത്. ക്ലൂ തന്നു, ബാല്യകാലം. നമ്മളെല്ലാ ആൾക്കാർ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത് ചില ആൾക്കാർ എടുക്കാറുണ്ട്. ഈ ആക്ഷൻ നോക്കിയാൽ മതി. ചില ആൾക്കാർ എടുക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇത് നിരോധിച്ചു എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. റോഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പൈസ ഏതാണ്ട് അടുത്തെത്തി, പണമല്ല, ഏതാണ്ട് അടുത്തെത്തി. ചില ആൾക്കാർ എടുക്കുന്നതാണ്, ചില ആൾക്കാർ പിച്ച പിച്ച എടുക്കുക, പിച്ച വെക്കുക, പിച്ച എടുക്കുക. പിച്ച വളരെ ചെറിയൊരു വാക്ക്.
നമ്മളെല്ലാ ആൾക്കാരും ഇത് വെച്ചിട്ടുണ്ട്. ഉറപ്പാണോ? പിച്ച എന്നാണ് ഉത്തരം. നിങ്ങൾ പറയണം. മലയാള അക്ഷരമാല 2 അക്ഷരമാണോ? പീച്ച, റൈറ്റ്? ഓക്കെ. ഇതിനോടൊപ്പം വെക്കുക എന്ന് ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷം. വെക്കുക സന്തോഷമാണോ? ഇത് മാറ്റിയിട്ട് എടുക്കുക, പിച്ച എടുക്കുക. ചില ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ എടുക്കാറുണ്ട്. ഓടിയിട്ടില്ല. നല്ലൊരു കൈ കൊടുക്കുക. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, വെരി ഗുഡ്. മലയാള അക്ഷരമാലയിൽ 2 അക്ഷരങ്ങൾ ചേർന്ന വളരെ ചെറിയൊരു വാക്ക്. ഈ വാക്കിനോടൊപ്പം വെക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷം, എടുക്കുക എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ദുഃഖം. ഇതിന്റെ മുമ്പിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, വർഗമില്ല, ഒന്നുമില്ല. എല്ലാ ആൾക്കാരും ഇത് വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇത് നിരോധിച്ചിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരുടെ പേര് പറ. ഷിഫാനൊക്കെ നല്ലൊരു കൈ, ഉഷാറായിട്ടൊന്ന് കൊടുത്തേ. ഷിഫാന്, ഒന്നും കൂടി നിങ്ങൾ വിദ്യാലയത്തിന്റെ പേര് പറ. വെരി ഗുഡ്. എവിടെയാണ് അത് സ്ഥലം? കിളിമാനൂർ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കുള്ള ഞങ്ങളുടെ സ്നേഹ സമ്മാനം നൽകുകയാണ്. ഓക്കെ, ഷിഫാനയ്ക്ക് മാക്സ് മീഡിയ നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ഹാപ്പിയാണോ? എല്ലാവരും ഒന്ന് ടച്ച് പിടിച്ചു. ഇതെടുത്ത് ഓടരുത്, അടിപൊളിയൊന്നും കൂടാൻ പാടില്ല. അവിടുന്ന് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും. ടച്ച് ചെയ്യും എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറക്കൊന്ന് മാക്സ് മീഡിയ എന്ന് പറഞ്ഞേ. മാക്സ് മീഡിയ, ഞാനൊന്ന് പറയട്ടെ. ചോദ്യം കേട്ടായിരുന്നില്ലേ? ഗംഭീര ചോദ്യമാണ്, സുന്ദരമായിട്ടുള്ള ചോദ്യമാണ്. കിളിമാനൂരിലെ പെൺപുലികളാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഞാനൊന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമുമായിട്ട് മാക്സ് മീഡിയ ടീം അംഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാക്സ് മീഡിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ സുന്ദരമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കാഴ്ചകളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും മാക്സ് മീഡിയ TV എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ.